ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള ഒരു ഡേ ആണ്, വീക്ക് ഡേ ആണ്. അപ്പോൾ പുറത്തു പോകലോ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിൽ തന്നെ രാവിലെ മുതൽ ഒരു ഫുൾ ഡേ വീട്ടിൽ തന്നെ ഇരിക്കുന്ന, കഴിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു നോർമൽ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. സാറാനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ കിച്ചണിൽ കയറി. പിന്നെ ഇക്കാക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ചെറിയ രീതിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വൈറ്റ് ചാന, അതായത് വെള്ളക്കടലയുടെ കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കടലക്കറിയൊക്കെ കുക്കറിൽ സെറ്റാക്കിയിട്ടുണ്ട്, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബാക്കി ഇപ്പോൾ ലാസ്റ്റ് കറിയുടെ ലാസ്റ്റ് പോർഷൻ മാത്രം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. നോർമലി എല്ലാവരും കടലക്കറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനും വെച്ചത്. അപ്പോൾ ഞാൻ നമ്മുടെ കടലക്കറി വെള്ളക്കടലയാണ്. അപ്പോൾ കടലക്കറി നമ്മൾ താളിച്ച് ഊറ്റൽ പരിപാടി ചെയ്യാൻ പോവാണ്. അപ്പോൾ പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അപ്പോൾ കുറച്ച് കൂടുതൽ കടുക് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും വറ്റൽ മുളകുമാണ് ഞാൻ ഇട്ടത്. ഞാൻ ഇതിലേക്ക് ഗാർലിക്കും അതുപോലെ തന്നെ കറിവേപ്പിലയും ഞാൻ താളിച്ചൂറ്റിയപ്പോൾ ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കടല വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ ഗാർലിക്കും കറിവേപ്പിലയും സവോളയും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ നിന്ന് നമ്മുടെ കടലക്കറി ഞാൻ പാനിലേക്ക് മാറ്റി താളിച്ച് ഊറ്റലാണ്. അപ്പോൾ കറികളുടെയൊക്കെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പാണല്ലോ. കാരണം നമ്മൾ കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കടുകും നല്ല വെളിച്ചെണ്ണയിലൊക്കെ ചേർത്തിട്ട് താളിച്ച് ഊറ്റുമ്പോഴാണ് നമ്മുടെ കിഴങ്ങറിക്കാണെങ്കിലും അതുപോലെ തന്നെ കടലക്കറിക്കാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ചെറുതായിട്ട് കുറച്ചും കൂടെ, ഒരുപാടല്ല, വളരെ കുറച്ച് നമ്മുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളയ്ക്കുക, ഒന്ന് വറ്റുക ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു എല്ലാത്തിൻ്റെ ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് ഒന്ന് കയറി പിടിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ നമ്മുടെ കടലക്കറി ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് അപ്പമാണ്, നമ്മൾ അപ്പം ഓരോന്നോരോന്നായിട്ട് ചുടുകയാണ്. അപ്പോൾ അപ്പവും കടലക്കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. നമ്മുടെ ചായയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം ചുട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുന്നില്ല. കഴിക്കുന്നതിനനുസരിച്ച് പ്ലേറ്റിലേക്ക്, ഓരോരുത്തർ കഴിക്കുന്നതിനനുസരിച്ച് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള 2 അപ്പം ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വളരെ ചൂടോട് കൂടിയിട്ട് 2 അപ്പം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ടേബിളിൽ അടുക്കി വെച്ചു. എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് ചായ, പിന്നെ കഴിക്കാനായിട്ട് 2 വെള്ളയപ്പവും, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി, അതും കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളക്കടലക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കായ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ബ്രൗൺ കടല ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇത് കുറച്ച് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങ് വെച്ച് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ട് കുറച്ച് സെമി ഗ്രേവി രീതിയിലാണ് നമ്മളിന്ന് കടലക്കറി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂട് ചായയും ചൂട് കടലക്കറിയും ചൂട് വെള്ളയപ്പവും വളരെ ടേസ്റ്റി ആയിട്ട് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അപ്പവും കടലക്കറിയും എന്ന് പറയുന്നത് വളരെ സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പുട്ടും കടലക്കറിയും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ലഞ്ചെന്ന് പറഞ്ഞാൽ ഒരു വളരെ വീക്ക് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇക്ക കഴിക്കാനില്ല. അപ്പോൾ സാറായ്ക്കും എനിക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ചെറിയ ലഞ്ചിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കടലക്കറി ഞാൻ അത്യാവശ്യം നല്ല പോർഷൻ കടലയും ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. കാരണം അപ്പം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് വളരെ നൈസായിട്ടുള്ള 2 അപ്പം, കടലയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കൂടുതൽ ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു ബൗള് പേരയ്ക്ക കട്ട് ചെയ്ത് അത് കഴിച്ചു. വളരെ മധുരമുള്ള, വളരെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി പേരയ്ക്ക.
അപ്പോൾ അതാ ഇന്ന് ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള കറികളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ ചോറങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ചോറ് വെച്ചു. പിന്നെ അതാ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി പ്രോൺസ് ഒരു ചെറിയ പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി നന്നായിട്ട് വാഷ് ചെയ്തു. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, 1-2 കൂട്ടം കറികൾ. എന്നാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഒന്നുമില്ല, നമ്മൾ പാൻ എടുത്തു, അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് ഒരു 3-4 തക്കാളി അത്യാവശ്യം മുഴുപ്പിന് കട്ട് ചെയ്തതിട്ടു. അതിനുശേഷം ഒരു 2-3 സവോള ഇട്ടു, പിന്നെ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രേ ഉള്ളൂ, നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുന്നത് തക്കാളി സ്റ്റൂ ആണ്. അപ്പോൾ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു തക്കാളി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി വെക്കുമ്പോഴത്തേനും ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വെക്കാറില്ല. കാരണം ഈ തക്കാളി നല്ല ചൂട് ചോറും അതുപോലെ തന്നെ തക്കാളി സ്റ്റൂവും നല്ല പപ്പടം പൊരിച്ചതും ആണ് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് കംഫർട്ട് ഫുഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കംഫർട്ട് ഫുഡുകളിൽ ഒരു ഫുഡ് ഇതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് തക്കാളി സ്റ്റൂവും പപ്പടവും ചൂട് ചോറുമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ പ്രോൺസ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ആണെങ്കിൽ ഓക്കെയാണ്, ഇല്ലെങ്കിലും നിർബന്ധമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ ഒരു തക്കാളി സ്റ്റൂവും പപ്പടവും. തക്കാളി സ്റ്റൂ ഉണ്ടെങ്കിൽ പപ്പടം അത് മസ്റ്റാണ്. പിന്നെ ബാക്കി നോൺ വെജ് ഐറ്റംസ് ഒന്നും ഒരു നിർബന്ധവും ഇല്ല. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് സാറ സ്കൂളൊക്കെ വിട്ട് വിശന്ന് വന്നു. അപ്പോൾ സാറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോൺസ് എടുത്ത് ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി കറി അല്ലെങ്കിൽ തക്കാളി സ്റ്റൂ അല്ലെങ്കിൽ തക്കാളി വഴട്ടിയത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് എന്ന് പറയുന്നതും ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു. നമുക്ക് നമ്മുടെ പ്രോൺസും കൂടി ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തക്കാളി സ്റ്റൂ ഉണ്ടെങ്കിൽ പപ്പടം നിർബന്ധമാണ്. അപ്പോൾ തക്കാളി ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അതായത് തക്കാളിയുടെ കറികൾ ഇഷ്ടമുള്ളവർ ഈ ഒരു തക്കാളി സ്റ്റൂവും പപ്പടവും കൂട്ടിയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുക. അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്നുള്ളവർ കുറച്ച് ചില്ലി പൗഡറും ആവശ്യത്തിന് ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഗ്രീൻ ചില്ലിയും ഇട്ടോളൂ. അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റോ മറിക്കുകയോ ചെയ്യാം. എനിക്ക് എൻ്റെ ഈ ഒരു തക്കാളി സ്റ്റൂവിൽ ചില്ലി പൗഡർ കാണിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ആവശ്യത്തിന് ഒരു 2-3 ഗ്രീൻ ചില്ലി അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഓവറായിട്ടുള്ള എരിവൊന്നും വേണമെന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ട്. പിന്നെ ഈ ഒരു തക്കാളി സ്റ്റൂ എന്ന് പറയുന്നത് ചപ്പാത്തിക്ക് വളരെ സൂപ്പർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് തക്കാളി സ്റ്റൂവും ചപ്പാത്തി. പിന്നെ നമ്മുടെ ഒരു സൈഡ് പ്രോൺസ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത സൈഡ് ഞാൻ ഓരോന്നായിട്ട് ഒന്ന് മറിച്ചിടുകയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടി ഓരോന്നായിട്ട് നടക്കുകയാണ്. അപ്പോൾ ചോറ് ഒരു സൈഡിൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തക്കാളി സ്റ്റൂ റെഡിയായി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പ്രോൺസ് ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3-4 പപ്പടവും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ കുക്കിംഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സാധാരണ ഞാൻ ലഞ്ചിനങ്ങനെ പപ്പടം അങ്ങനെ എടുത്ത് പൊരിക്കാറോ കഴിക്കാറോ വളരെ കുറവാണ്. എന്തെങ്കിലും ആവശ്യ ദിവസങ്ങളിലോ ഉള്ളപ്പോഴൊക്കെയാണ് ഞാൻ കൂടുതൽ പപ്പടം എടുത്ത് പൊരിക്കാറ്. പക്ഷേ ഈ തക്കാളി സ്റ്റൂ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എന്താണേലും കുറച്ച് പപ്പടം ഷുവറായിട്ടും എൻ്റെ ചോറിൻ്റെ സൈഡിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്തതാണ് നമ്മുടെ പ്രോൺസ് എന്ന് പറയുന്നത്. പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ കുക്ക് ആവരുത്. ഓവർ കുക്ക് ആയെങ്കിൽ നമ്മുടെ പ്രോൺസ് എന്ന് പറയുന്നത് ഒരു റബ്ബറിഷ് ടെക്സ്ചർ ആകും. അപ്പോൾ ആ പ്രോൺസിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടും. ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ കിച്ചൺ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ടേബിളിലേക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി വെച്ചു. നല്ല ചൂട് ചോറ്, അതുപോലെ തന്നെ
പ്രോൺസ് ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ തക്കാളി സ്റ്റൂവ്, പിന്നെന്താ പിന്നെ പപ്പടം പൊരിച്ചത്, പപ്പടം കൂടെ പൊരിച്ച് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പപ്പടം തക്കാളി സ്റ്റൂ കോംബോ ഉള്ള ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും, ഒരു തോരനോ ഒരു മെഴുക്ക് വരട്ടിയോ ഒന്നും ഞാൻ റെഡിയാക്കാറില്ല. കാര്യം അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എക്സ്ട്രാ ആണ്, ഞാൻ എടുത്ത് കൂട്ടാറില്ല. അങ്ങനെ ഉണ്ടാക്കി ഞാൻ തക്കാളി സ്റ്റൂവിൻ്റെ കൂടെ മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ വെച്ച ദിവസങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു 2 കോമ്പിനേഷൻ അത് ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് വേറെ എല്ലാം അധികമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫ്രൈ, നമ്മുടെ ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ പ്രോൺസ് ഫ്രൈയോ എന്തെങ്കിലും ഫ്രൈ, അത് സൈഡിൽ നമ്മൾ വെച്ച് കൂട്ടുന്നത് പോലെ അല്ല ഈ തോരനും മെഴുക്കുരട്ടിയൊന്നും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഈ ഒരു കോംബോ റെഡിയാക്കുന്ന ദിവസങ്ങളിൽ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും റെഡിയാക്കില്ല. കാരണം ആ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട്, ആ പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് നല്ല ചൂട് ചോറിൽ കുഴച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ തക്കാളി ഇഷ്ടമുള്ളവർ ഈ ഒരു തക്കാളി സ്റ്റൂ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ചെയ്ത് നോക്കാത്തവർ, ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു നൊസ്റ്റാൾജിയ തരുന്ന ഒരു കറിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കാലങ്ങളിലൊക്കെ അമ്മച്ചി കൂടുതൽ ദിവസങ്ങളിലും ലഞ്ച് ബോക്സിൻ്റെ കൂടെ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു കറിയാണ്, നമ്മുടെ ഫേവറേറ്റ് കറികളിൽപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ചോറ്, ആവശ്യത്തിന് ചോറ് വിളമ്പി അതിലേക്ക് എനിക്ക് വേണ്ട പ്രോൺസ് ഫ്രൈ ചെയ്തത്, പിന്നെ ഒരു 2 പപ്പടം. ഞാനിപ്പോൾ 2 പപ്പടം വെച്ചിട്ടുള്ളൂ കേട്ടോ. തക്കാളി സ്റ്റൂ ആയതുകൊണ്ട് തന്നെ 3-4 പപ്പടം പോകും. അത് പപ്പടം എന്ന് പറയുന്നത് എപ്പോഴും കഴിക്കുകയോ ചെയ്യുന്ന ഒരു ഐറ്റം അല്ല. പക്ഷേ ഈ ഒരു തക്കാളി സ്റ്റൂ ഉള്ള ദിവസങ്ങളിൽ ഞാൻ എണ്ണമറിയാതെ പപ്പടം കഴിക്കും. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ഒരു. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് എടുത്തു. ചോറും അതിൻ്റെ കൂടെ തക്കാളി ചോറിൽ നന്നായിട്ട് കുഴച്ചു. പിന്നെ കുറച്ച് പപ്പടം എടുത്ത് പൊടിച്ചു. പിന്നെ അങ്ങനെ നല്ല ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിന്നെ ഒരു പ്രോൺസും കൂടെ എടുത്തു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള. പിന്നെ നമ്മുടെ തക്കാളി സ്റ്റൂ നമ്മൾ ഒരുപാട് കൂടുതൽ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നെക്സ്റ്റ് ഡേയിലത്തേന് കുറച്ച് എക്സ്ട്രാ മിച്ചം വരുമല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ കുറച്ച് ചോറും കൂടെ ഇട്ട് ഞാൻ വഴട്ടിയെടുക്കാറുണ്ട്. അതായത് ഈ തക്കാളി സ്റ്റൂവിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ചേർത്തിട്ട് ചൂട് ചോറ് അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പം നമ്മുടെ തക്കാളി ചോറ് അങ്ങനെ മക്കൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലഞ്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. എൻ്റെ കംഫർട്ട് ഫുഡാണ്. അപ്പം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓരോ റീൽസിലും വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്, വാട്ട്സ് യുവർ കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ കംഫർട്ട് ഫുഡുകളിൽ ഏറ്റവും എൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഫുഡാണ് ചോറും തക്കാളി സ്റ്റൂവും പപ്പടവും. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ പ്രോൺസ് ഫ്രൈ എന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട്, പുറമേ നല്ല ക്രഞ്ചി ആയിട്ട്. അപ്പം ഓവർ കുക്കൊന്നും അല്ല, നമ്മുടെ സാധാ നോർമൽ കുക്കായിട്ട്. അപ്പം നമ്മൾ പ്രോൺസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ, പ്രോൺസ് അതുപോലെ തന്നെ നമ്മുടെ കൂന്തൽ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ അതിനുശേഷം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് നഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്തതും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും എടുത്ത് കഴിച്ചു. ഇപ്പോൾ സാറായിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് കൊണ്ടാണ് ഡിഫറൻറ്റ് ഷേപ്പ് ഓഫ് നഗ്ഗറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ച് അച്ചപ്പം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അച്ചപ്പം, അതും 1-2 എടുത്ത് കഴിച്ചു. അതിന് ശേഷം എനിക്കിപ്പോൾ ഭയങ്കര വെറുതെ ഇരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മുടെ ആരോ റൂട്ട്, നമ്മുടെ നോർമൽ ആരോ റൂട്ട് ഉണ്ടല്ലോ, വീറ്റ് ഫ്ലേവർ, അത്. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ കുറിക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഡിന്നർ ഒരു 7:30-8 ഒക്കെ ആയപ്പോഴത്തേനും ഇതെന്ന് പറയുന്നത് ഒരു ഷേപ്പ് ലെസ് ആയിട്ടുള്ള ഒരു അപ്പം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ഇതെന്ന് പറയുന്നത് കല്ലപ്പം. അപ്പം കല്ലപ്പം എനിക്ക് ശരിക്കും കല്ലപ്പത്തിൻ്റെ റെസിപ്പി എനിക്ക് അറിയത്തില്ല. അപ്പം ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. കല്ലപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയും. അപ്പോൾ എനിക്കെന്തോ വൈകുന്നേരം ആയപ്പോഴത്തേനും എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും ഞാനിന്ന് കല്ലപ്പവും അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് കറിയും വാങ്ങിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടൊരു മധുരം, ഒരു മൈൽഡ് സ്വീറ്റ്നെസ് ഒക്കെയുള്ള കറിക്ക്, ഗ്രീൻ ബീൻസ് കറിക്ക് ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്, കല്ലപ്പത്തിനും ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കല്ലപ്പവും ഗ്രീൻ ബീൻസ് കറി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എൻ്റെ കുടിക്കലും കഴിക്കൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫുഡ്, എൻ്റെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.